ഹിൽ പാലസിൽ പോയതാണ് കേട്ടോ. അപ്പോൾ തൃപ്പുണിത്തറയാണ് ഇതുള്ളത്. അപ്പോൾ ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ അതൊരു മ്യൂസിയം കൂടിയിട്ടാണ്. സോ നമുക്ക് മണിച്ചിത്രത്താഴ് ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം അത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ആ ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അന്നും അതെ ഇന്നും അതെ എപ്പോഴും ഞാൻ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് കേട്ടോ. അതിൽ നാഗവല്ലിയുടെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോകാമെന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റൊക്കെ അവിടെയാണ് ഉള്ളത്. അതൊക്കെ എൻ്റെ പുതിയൊരു അറിവായിരുന്നു. ഓരോ ജില്ലേനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പേര് വരാൻ കാരണം കൊച്ചി എന്ന പേര് വരാൻ എന്താ കാരണം, അങ്ങനെ കുറേ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് നേരം നിന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ എനിക്കത്ര സമയം ഉണ്ടായില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുകയേ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് മ്യൂസിയത്തേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്ഥലമായിരുന്നു. അതായത് ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു സ്പേസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഓടി നടന്ന് കണ്ടത്. പിന്നെ ചില സ്ഥലത്തൊന്നും വീഡിയോ അലൗഡ് അല്ല കേട്ടോ. സോ എനിക്കെല്ലാം എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അവിടെ പോയപ്പോൾ അതിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആ ഫിലിമിലെ ഓരോ സീൻസ് അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലേസിൽ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ മ്യൂസിയം ഉണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ കൂടുതലായിട്ട് കണ്ടത് ഈ മണിച്ചിത്രത്താഴ് ഫിലിമിലെ ഷൂട്ട് ചെയ്ത പ്ലേസുകൾ അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൈൻഡിൽ കൂടുതൽ കണക്റ്റഡായിട്ട് തോന്നിയത്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫിലിമിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഞാൻ മറ്റേതൊക്കെ കണ്ടു, പക്ഷെ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തത് ആ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഒരു സീൻസും അല്ലെങ്കിൽ ആ ഒരു പ്ലേസൊക്കെ ആയിരുന്നു. ഞാൻ പോയത് ഒരു വീക്കെൻഡായിരുന്നു. സോ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അത്രയും കണക്റ്റഡ് ആവും. ഞാൻ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രസത്തിൽ കാണാൻ പറ്റിയെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതൊരെന്തായാലും പോയി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഫിലിമിലെ ചില ഡയലോഗ്സൊക്കെയാണ് ഓർമ്മ വരുന്നത്. സോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.